ഹായ് ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ നാത്തൂൺസ് .25 സ്വാഗതം. ഞങ്ങളിപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് തീരുമാനിച്ചു. സാധാരണ ഞങ്ങൾ ഷോർട്സാണ് ഇടാറുള്ളത്, ഡാൻസിൻ്റെ ഷോർട്സുകളൊക്കെയാണ്. പിന്നെ രശ്മിക പാട്ട് പാടുന്നത് അങ്ങനെയൊക്കെ മാത്രമേ ഇടാറുള്ളൂ. ശരി, ഇന്നൊരു ഇൻഡോൻ്റെ പോലെ ഒരു ഫസ്റ്റ് വ്ളോഗായിട്ട് ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ തന്നെ എടുക്കുന്നത്. എത്രത്തോളം ശരിയുണ്ട് തെറ്റ് ഒരു ഐഡിയ ഇല്ല, തോന്നുന്നു ചോദ്യം പോലെ എടുക്കുന്നുണ്ട്. അറിയില്ല എങ്ങനെ ഇത് കറക്റ്റാണോ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റാണോ, അല്ലെങ്കിൽ നമ്മൾ പറയണത് ശരിയാണോ എന്നൊന്നും ഐഡിയ ഇല്ല. എന്നാലും എടുക്കാൻ ഒരു ഇഷ്ടം, ശരി എടുക്കുക എങ്ങനെ ഉണ്ട് എന്ന് നോക്കാലോ പറഞ്ഞിട്ട് എടുക്കുകയാണ്. പുറത്ത് നല്ല വെയിലാണ്, അപ്പം ഞങ്ങൾ റൂമിലിരുന്നിട്ടാണ് എടുക്കണത്. അല്ലെങ്കിൽ കറക്റ്റാണോ ഇപ്പോൾ ബാഗ് ഒന്നും നമുക്ക് അറിയില്ല. നമ്മൾ ചെയ്യുന്നുണ്ട്, വീഡിയോ എടുക്കാന്നുള്ള ബേസിലാണ്. എത്രത്തോളം ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല. നമ്മൾ യൂട്യൂബിലാണെങ്കിലും ഇപ്പോൾ ഷോർട്സുകൾ കൂടെ ഡാൻസിൻ്റെ വീഡിയോസൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ പ്രഗ്നൻസി മീൻസ് ആൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അങ്ങനെ കുറേ നെഗറ്റീവ് കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ കളിക്കുക ഓരോ കാട്ടിക്കൂട്ടിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഗർഭിണികൾ ഇത്രത്തോളം കളിക്കുന്നത് തെറ്റാണെന്ന് അറിയില്ലായിരുന്നു. അതുമല്ല, പിന്നെ നേരിട്ട് കാണുമ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് നീ കാണിക്കണം, ഒന്നില്ലെങ്കിൽ ഗർഭിണിയല്ലേ ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇതുപോലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ വലിയ അപരാധം, അപ്പോൾ എത്രയോ പേര് ഇങ്ങനെ എന്തൊക്കെ ഡാൻസ് കളിക്കുന്നു, അപ്പോൾ അത്രയൊന്നും വലിയ ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമുക്കിപ്പോൾ ഇഷ്ടമുണ്ട് നമ്മൾ ഇടുന്നു, അത്രയേ ഉള്ളൂ. ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി. നമ്മൾ തിരിച്ചൊന്നും വന്നത് നമുക്ക് അറിയുന്നവരായതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റില്ല. നമ്മൾ അങ്ങനെയും മിണ്ടാതിരിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾക്കിപ്പോൾ 7-ാം മാസമായി. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു വളകാപ്പ്. കണ്ടില്ലേ വളകാപ്പ്? അതിൻ്റെ വീഡിയോസൊക്കെ ഫുൾ വീഡിയോ എടുക്കുക. പക്ഷേ വീഡിയോ എടുത്തു, പക്ഷെ കട്ട് ചെയ്ത് അങ്ങനെ ഇതുകൊണ്ട് നമുക്ക് ചെറിയൊരു ഷോർട്സ് പോലെ ഇടാനേ പറ്റുള്ളൂ. കറക്റ്റായിട്ടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. വീഡിയോസ് ആ തിരക്കിൽ എല്ലാവർക്കും എടുക്കാൻ പെട്ടെന്ന് പറ്റിയില്ല. കുറച്ച് എടുത്തിട്ടുണ്ട്, അല്ലാണ്ട് ഫുള്ളായിട്ടൊന്നും പറ്റിയില്ല. പക്ഷെ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവർ വന്ന് നമ്മൾ അതിൻ്റെ പിന്നെ മൊത്തത്തിൽ അതിൻ്റെ തിരക്കിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അറിയാലോ, ഒരു ഫങ്ഷൻ വരുമ്പോൾ എത്രത്തോളം തിരക്കായിരിക്കും എന്തായിരിക്കും. അപ്പം നമുക്ക് എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. വീഡിയോസ് ചെറുതൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ 7-ാം മാസത്തിൽ പോയി, പിന്നെ നീ എന്താ ഇവിടെ? ഞാൻ 7-ാം മാസത്തിൽ കഴിഞ്ഞ ശനിയാഴ്ച പോയി, എന്നിട്ട് പിറ്റേ ദിവസം വന്നു. എനിക്ക് എക്സാം ഉണ്ടായിരുന്നു, അപ്പോൾ പിറ്റേ ദിവസം തന്നെ വരേണ്ടി വന്നു. ഇന്ന് പോകണം പറഞ്ഞിട്ടാണ്. ഇന്ന് പോയിട്ട് ഇനി 2 ആഴ്ച കഴിഞ്ഞാൽ ഇനി എക്സാം ഉണ്ട്, അതിന് വീണ്ടും തിരിച്ചു വരണം. വീട്ടിൽ നിന്ന് ഇവിടേക്ക് വരാൻ ഭയങ്കര ലോങ് ആണ്, അപ്പോൾ ഇവിടെ നിന്ന് പോകാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ 2ാമത്തെ ആയതുകൊണ്ട് സാധാരണ 2ാമത്തെ ആകുമ്പോൾ എല്ലാവരും 9-ാം മാസത്തിലൊക്കെയാണ് 2ാമത്തേൽ പോകുന്നത്. 7-ാം മാസം പോയി. അപ്പം പ്രത്യേകിച്ച് ഇന്ന് വീഡിയോ എടുക്കണത് ശരിയാണോ എന്നൊന്നും അറിയില്ല. ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അയ്യോ എന്താ ചെയ്യുന്നതെന്ന് പറയേണ്ടതെന്ന് പോലും നമുക്കൊരു ഐഡിയ ഇല്ല. പ്രത്യേകിച്ച് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇതാക്കിയത്. അറിയില്ല ശരിയാണോ തെറ്റാണോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനിയും വീഡിയോസ് ഇടും. ചെറിയ തെറ്റുകൾ, കുറച്ച് വലിയ തെറ്റുകളൊക്കെ ഇതിലുണ്ടാവും, അതൊക്കെ ക്ഷമിക്കുക. ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി ഉച്ചയ്ക്ക് ഉച്ചയായി. ഇനി ലക്ഷ്മിക്ക് ഉരുളക്കിഴങ്ങ് വേണം പറഞ്ഞു. അപ്പം ഇനി അത് വറുത്ത് കൊടുക്കണം. കഴിക്കാൻ കൊടുത്തിട്ടില്ല, ഇനി അത് കഴിക്കാൻ കൊടുത്തിട്ട് വേണം. അവൾക്ക് 3 വയസ്സായി, 3.5 അല്ലേ? 3.5 വയസ്സായി. അംഗനവാടി പോകുന്നുണ്ട്. അപ്പം ഇന്നും അംഗനവാടി പോയിട്ടില്ല. ഇനി ഒരാഴ്ച വീട്ടിൽ പോയാൽ അവിടെ പോയാലും അംഗനവാടി ഇല്ല. ഇനി ഒരാഴ്ച നിർത്തിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇനി അംഗനവാടിയിലാക്കണം. ഇതൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ പറയുന്നത്. നമുക്ക് ഉരുളക്കിഴങ്ങ് വറക്കാണ്ട് നമുക്ക് ആ സീന് കാണാം. ഇപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് വറക്കാൻ പോവാണ്. ആരും കഴിച്ചിട്ടില്ല. ഉരുളക്കിഴങ്ങ് ആവട്ടെ പറഞ്ഞിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. നമ്മുടെ ഉരുളക്കിഴങ്ങ് കുറച്ച് ആരും കഴിച്ചിട്ടില്ല. അത് അമ്മയാണെങ്കിലും അവൻ പോയി ജോലിക്ക്, അമ്മയാണെങ്കിലും പെണ്ണാണെങ്കിലും ടി വി കണ്ടുകൊണ്ടിരിക്കണം. സൗണ്ട് കേൾക്കണമെന്ന് വിചാരിക്കണം. നിർത്തിയ പറഞ്ഞാൽ അവിടെ തൊള്ളിയിടും. അതുകൊണ്ടാണ് നമ്മൾ നിർത്താത്തത്. പിന്നെ പോയി ഫുഡ് അടിക്കണം. ഇതൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം പറയുന്നത്. അത്രത്തോളം ഇപ്പോഴും ഞാൻ പറയുന്നത് എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ട് നമുക്ക് അറിയില്ല. നമുക്ക് അറിയുന്ന പോലെയാണ് നമ്മൾ ഇടുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ വരുന്നതായിരിക്കും. ബൈ.